നിയമവിരുദ്ധമായി ബോർഡ് വെച്ച് ഓടിയ ഈ വണ്ടി ഇത് വെച്ചൊരു ക്രിമിനൽ ഒഫൻസ് കണ്ടക്ട് ചെയ്തിട്ട് ഇന്ന് വരെ ഈ വണ്ടി പിടിച്ചെടുത്തിട്ടില്ല. അതിന്റെ റീസൺ എന്താണ്? രാവിലെ 5:30 മണിക്കാണ് ഞാൻ പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ആ പായസം എങ്ങനെയാണ് 3-3:30 മണിക്ക് ചൂടോടെ തിളച്ച പായസം കിട്ടുന്നത്? അതൊരു വല്ലാത്ത മാജിക് ആണ്. നീ എന്തെങ്കിലും ചെയ്തോ അത്രയും ചൂടായിട്ടിരിക്കാൻ? അതോ നീ വല്ല VIPs വരുമ്പോൾ കൊടുക്കാൻ ചൂടോടെ ഇരിക്കാൻ വല്ല ഫ്ലാസ്കിലും മാറ്റി വെച്ചിരുന്നോ? നമസ്കാരം. കൊറോണ കാലത്ത് ഒരുപാട് കുടുംബങ്ങളാണ് പ്രശ്നത്തിലും പ്രതിസന്ധിയിലും ഒക്കെ ആയിരുന്നത്. അത്തരത്തിലൊരു പ്രവാസി കേരളത്തിലേക്ക് തിരിച്ചെത്തുകയും എങ്ങനെയെങ്കിലും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ധാരണയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു, ഒരു പായസക്കട. ആ ഒരു പായസക്കടയുടെ പേരിൽ നമുക്കറിയാം കുറേ ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വലിയ രീതിയിൽ വ്യാപിക്കുന്നുണ്ട്. അതായത് ഒരു കുട്ടി പായസക്കടയിൽ പായസം വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനമായിട്ടൊരു കസ്റ്റമർ വരുന്നു. പായസം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ടെന്ന് പറഞ്ഞ്, അതായത് അവസാനത്തെ ഗ്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം, അവസാനത്തെ പായസം വിൽക്കുകയാണ്. അതിനുശേഷം പായസം പാഴ്സൽ വേണമെന്ന് പറയുന്നു. അവിടെ സാധനം തീർന്നു പോയി. വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, കാത്തിരിക്കുകയാണെങ്കിൽ അതവിടെ എത്തിച്ച് നൽകാമെന്ന് കുട്ടി പറയുകയാണ്. പക്ഷേ ഈ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ വലിയൊരു അക്രമം തന്നെ അഴിച്ചുവിടുന്നു. ആ പായസക്കട ഒന്നടങ്കം ഇടിച്ചു നിരത്താനുള്ള ശ്രമം, ഒരു കൊലപാതക ശ്രമം പോലെയുള്ള ഒരു രീതി, അതൊക്കെയായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. ഇതൊക്കെ സോഷ്യൽ വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. എന്തായാലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമ്മൾ ഈ പറഞ്ഞ പായസക്കടയുടെ ഉടമ കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, എന്താണ് ശരിക്കും അന്ന് സംഭവിച്ചിരുന്നത്? അന്ന് സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സാറ്റർഡേ സൺഡേ അവധി ദിവസമാണല്ലോ. അവധി ദിവസങ്ങളിൽ നമുക്ക് നേരത്തെ പായസം പോളിയും കഴിയും. പിന്നെ ഇതിപ്പം അത്യാവശ്യം ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൊണ്ടുവച്ചാലും 1-2 മണിക്കൂറിനകത്ത് നമ്മളൊരു 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് ഏകദേശം ഒരു 1 മണി 2 മണിയോടുകൂടി തീരും. അപ്പൊ ഈ പറഞ്ഞ ദിവസം ഏകദേശം 3 മണിയോടുകൂടി പായസം കഴിഞ്ഞു പോയി. അപ്പൊ ഇവൻ എന്നെ വിളിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പായസം കഴിഞ്ഞു പോയി, എന്താണ് വിളിക്കാൻ വരുമോ അത് തിരിച്ചു വരണമെന്നുള്ളത്. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു കസ്റ്റമർ, ഈ പറഞ്ഞ രാഹുൽ, അയാളുടെ ഒരു സ്കോർപിയോ KL01BZ 2003 എന്നാണ് ആ വണ്ടിയുടെ നമ്പർ. അപ്പൊ ആ വണ്ടിയിൽ വന്നിട്ട് പായസം ആവശ്യപ്പെടുകയും കോള് കട്ട് ചെയ്തിട്ട് അതിനകത്ത് നോക്കി ലാസ്റ്റ് ഒരു പോർഷൻ അത് കഴിക്കാനേ തികയുള്ളൂ, പാഴ്സൽ കൊടുക്കാൻ തികയില്ല. അത് കഴിക്കാൻ കൊടുത്തു. അവിടെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല ഏട്ടാ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അയാൾ ആ വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് അതിനകത്തിരുന്ന് കഴിച്ചു. അതിനകത്ത് 2 പേരാണ് ഉണ്ടായിരുന്നത്. ഒരു പൊക്കവും തടിയൊക്കെ ഉള്ള ഒരു ചേട്ടൻ, ഞാൻ കണ്ടാൽ അറിയുന്ന ഒരു ചേട്ടൻ, പിന്നെ ഈ പറഞ്ഞ രാഹുലും. ഇവരാ വണ്ടിക്കകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നിട്ട് ഇവനോട് എങ്ങനെയാ ഇത് പാഴ്സൽ വാങ്ങാൻ എത്രയാന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവർ പാഴ്സൽ ഇല്ല ചേട്ടാ, കഴിഞ്ഞു പോയി, വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അമ്മയോട് വിളിച്ച് പറഞ്ഞാൽ വീട്ടിലുണ്ടെങ്കിൽ കൊണ്ടുതരും എന്നാണ് ഇവൻ പറഞ്ഞത്. അപ്പം വെയിറ്റ് ചെയ്യണം എന്നുള്ള, കാത്തിരിക്കണം എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഇത്ര മോശപ്പെട്ട വാക്കാന്ന് അറിയില്ല. സാധാരണ നമ്മളങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറില്ല. പിന്നെ ഇത് കഴിച്ചിട്ട് കൊള്ളാമെന്ന് നമ്മളൊരു കസ്റ്റമർ പറയുമ്പോൾ അവർക്കൊരു വാല്യൂ കൊടുത്തിട്ടാണ് നമ്മളത് വെയിറ്റ് ചെയ്താൽ കൊണ്ടുവരാമെന്ന്. അപ്പൊ നിന്റെ ആഹാരത്തിന് വേണ്ടി ഇവിടെ കാത്തു കെട്ടി കിടക്കണോടാ എന്നാ അവൻ ചോദിച്ചത്. അപ്പൊ ബാക്കിയുള്ളത് മോൻ തന്നെ പറയുന്ന കുറച്ചുകൂടെ നല്ലത് അവൻ പറയും. അതായത് സംഭവം നടക്കുന്ന സമയത്ത് ഈ ചേച്ചിയുടെ മകനാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം കേരളത്തിലുള്ള പല ആളുകളും പല വിദ്യാർത്ഥികളും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നതൊക്കെ വലിയ രീതിയിൽ വാർത്തയാകുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടെയായിട്ട് നമുക്ക് ഈ ഒരു വിഷയം എടുക്കാം. കാരണം സ്വന്തം നാട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ബിസിനസ്സോ മറ്റു കാര്യങ്ങളുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതാണ് ഫലം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഉദാഹരണമായിട്ട് മാറുന്നത്. എന്താണ് പഠിക്കുന്നത്? ഇപ്പൊ പോളിയില് മെക്കാനിക്കൽ ഫസ്റ്റ് ഇയർ പഠിക്കുക. അമ്മേനെ സഹായിക്കാൻ അവിടെ നിൽക്കാറുണ്ടായിരുന്നു? കോളേജ് ഇല്ലാത്ത സമയത്ത്, അവധി സമയത്തൊക്കെ അവിടെ പോയി നിൽക്കും. എന്താ ശരിക്കും സംഭവിച്ചത്? ശരിക്കും ലാസ്റ്റ് ആയിട്ട് ഒരു കസ്റ്റമർ ആയിട്ടാണ് വന്നത്. എന്നിട്ട് പായസം ചോദിച്ചു, എന്റെ ലാസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തിട്ട് എന്റെ വീണ്ടും ചോദിച്ചപ്പോൾ പാഴ്സലായിട്ട് ചോദിച്ചു. എന്റെ തീർന്നു പോയി. ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മ ചോദിച്ചു പറഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ കൊണ്ടുവരും, അപ്പോഴത്തേക്കും തരാന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു പെട്ടെന്നാണ് റോങ് ആയിട്ട് സംസാരിച്ചത്. എന്നിട്ട് നിന്റെ ഫുഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ള രീതിയിൽ പെട്ടെന്ന് റോങ് ആയി സംസാരിച്ച്. അപ്പൊ ഞാൻ പായസം എല്ലാം തീർത്ത് പറഞ്ഞിട്ട് അടുത്ത ഹോട്ടലിലോട്ട് പോയപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചാൽ അയാൾ പോയി കാണുമെന്ന് വിചാരിച്ചു. ഹോട്ടലിലോട്ട് പോയി ഞാൻ ഫുഡ് വാങ്ങിച്ച് അവിടെ നിൽക്കുമ്പോഴത്തേക്കും അയാൾ പെട്ടെന്ന് ഹോട്ടലിലോട്ട് കയറി ഒന്ന് തോളത്ത് തട്ടി എന്നെ വിളിച്ചിട്ട് ഞാൻ എന്തോ പറഞ്ഞത് ശരിയായില്ല എന്നുള്ള രീതിയിൽ എന്നെ കുറെ തെറി വാക്കുകളൊക്കെ ഉപയോഗിച്ച് സംസാരിച്ചു. എന്ത് പറഞ്ഞു വെച്ചാൽ ആദ്യം പറഞ്ഞ ഞാൻ കൂടുതൽ കൊണയടിക്കണ്ട അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞത്. പിന്നെ വായിൽ വിരലൊക്കെ ഇട്ട് എന്തൊക്കെ വൃത്തിയായിട്ടൊക്കെ സംസാരിച്ചു. ഇതൊക്കെ പറയുമ്പോഴും ആ ഹോട്ടലിലുള്ള ആൾക്കാരും ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ അത് അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ഇവിടുത്തെ പോത്തൻകോടി രഘു സുഖബന്ധമാണ്, ഞാൻ ഇവിടുത്തെ ഏതോ വലിയ ഗുണ്ടയാണ്, ഇത്രയും ഞാൻ സംസാരിച്ചിട്ട് ഇവിടെ ഉള്ള ആരും ചോദിക്കാത്ത കണ്ട ഇങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പൊ ഞാൻ അവിടെ നിന്ന് പൈസ കൊടുത്തിട്ട് അവിടെ പ്രശ്നം വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി എന്റെ കൗണ്ടറിലോട്ട് വന്നു. അയാൾ വീണ്ടും കാർ എടുത്ത് തിരിച്ചു വന്ന് കൗണ്ടറിന്റെ ഫ്രണ്ടിൽ ഇട്ടുന്നു. എന്നിട്ട് കൗണ്ടറിനകത്ത് കയറിയിരുന്ന് എന്നെ അവിടെ നിന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ ഓൾറെഡി കിറങ്ങിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും സംസാരിക്കാനൊന്നും പോയില്ല. ഞാൻ ഉമ്മച്ചി വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഉമ്മച്ചി ആകുമ്പോൾ ഡീൽ ചെയ്ത് വിടുമെന്ന് ചോദിച്ച് പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോകണില്ല, പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ ഇരിക്കും.
എന്നിട്ട് കൂടുതലുള്ള ഒരാള്, അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉള്ള ഒരാള്, അയാള് പ്രശ്നം ഉണ്ടാക്കാൻ നിന്നില്ല, ഇയാളെ മാക്സിമം പിന്തിരിപ്പിക്കാൻ നോക്കി. എന്നിട്ട് ഇയാളെ വലിച്ച് കാറിലോട്ട് കയറ്റി. അപ്പോഴത്തേക്ക് ഉമ്മച്ചി വന്ന് കാറിൽ അടുത്ത അയാൾക്ക് ചോദിച്ചു, എന്തിനാണ് ഇപ്പൊ തെറി വിളിച്ചത്, പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇയാള് അസഭ്യം ആയ രീതിയിൽ അമ്മയെ സംസാരിച്ചു. അപ്പൊ അമ്മ റൈസായി സംസാരിച്ചപ്പോഴത്തേക്കും ഇയാളെ പോലീസിനെ വിളിച്ചോളാൻ പറഞ്ഞു. ഉമ്മച്ചി പോലീസിനെ വിളിച്ചു. ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാനും വീഡിയോ എടുക്കുന്ന രീതിയിൽ വന്നപ്പോഴത്തേക്കും ഇയാൾ ഇതും കൂടെ പറഞ്ഞെന്ന് പറഞ്ഞാണ്, ഞാൻ ഇയാളുടെ വീഡിയോ ഫോട്ടോ, കാറിന്റെ ഫോട്ടോ എടുത്തിട്ട് കൗണ്ടിനകത്തോട്ട് കയറി അവിടെ നിന്നപ്പോഴത്തേക്കും ഇയാൾ പെട്ടെന്ന് ബാക്ക് എടുത്ത് റിവേഴ്സ് എടുത്ത് റൈസ് ചെയ്ത് കൊണ്ട് കയറി. ആ സമയത്ത് ഞാൻ ഓടിയുണ്ട്, ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് തട്ടിയിട്ടേ പോയുള്ളൂ. ഇടിച്ചിട്ടുണ്ട്, അങ്ങനെ അങ്ങ് പോയി, മൊത്തത്തിൽ ഇടിച്ചിട്ട്. ഞാൻ ജസ്റ്റ് മിസ്സായിരുന്നു, ഓടി അങ്ങ് മാറിയതാണ്. ഇല്ലെങ്കിൽ തട്ടിയേനെ. എനിക്ക് അപ്പോഴേ തോന്നി, അയാൾ റിവേഴ്സ് എടുത്ത് ശബ്ദം കേട്ടപ്പോഴേ തോന്നി ഇപ്പൊ ഇടിച്ച് കയറും തോന്നി. അപ്പോഴേ ഞാൻ ഓടി ഒന്ന് രക്ഷപ്പെട്ടു. അതായത് കേരളത്തിലെ ലഹരി ഉപയോഗിക്കുന്ന ആളുടെ എണ്ണങ്ങൾ ഓരോ ദിവസം വർദ്ധിക്കുകയെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് തലസ്ഥാന നഗരിയിലാണ്, നമ്പർ 1 ആണ് കേരളം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംരംഭം തുടങ്ങുന്നവർക്ക് പോലും എന്ത് ധൈര്യം, എന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ചേച്ചി, നമ്മൾ സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി അടുത്തത് പോകുന്നത് പോലീസിലേക്കാണ്. പോലീസിന്റെ ഒരു നടപടി എന്തായിരുന്നു ഇതില്? ഞാൻ അറിയിച്ചത് പ്രകാരം പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന ഒരു രാജേഷ് എം എസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്ക് വണ്ടി നമ്പർ കയ്യിൽ കിട്ടിയല്ലോ. അപ്പൊ ആ വണ്ടി നമ്പർ വെച്ചിട്ട് ആപ്പ് വഴി ഇയാളുടെ ഫോൺ നമ്പർ എടുക്കുന്നു, അയാൾ വിളിച്ച് മാറി നിന്ന് സംസാരിക്കുന്നു. ഒരു 5-10 മിനിറ്റിന് ശേഷം വന്നിട്ട് എത്ര രൂപ കിട്ടിയാൽ നിങ്ങൾ ഒതുങ്ങും എന്നാ എന്നോട് അയാൾ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത്, സാർ എത്ര രൂപ കിട്ടിയാൽ ഒതുങ്ങും, സാർ ഇവിടെ വന്നത് ഒരു നിയമ നടപടി എടുക്കാനല്ലേ, ഇത് ഇടിച്ചിട്ടേക്കുന്നു. എന്റെ കൊച്ചിനൊരു ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ, എന്റെ മോന്റെ ജീവൻ അപകടം സംഭവിച്ചിരുന്നെങ്കിൽ എത്ര രൂപ തന്നാൽ എനിക്ക് അതിനൊരു കോമ്പൻസേഷൻ ആവും? എന്ത് തന്നെങ്കിൽ നിങ്ങൾ എന്നെ കോമ്പൻസേറ്റ് ചെയ്യും? എത്ര എനിക്ക് തന്നാൽ ഞാൻ സഫീഷ്യന്റ് ആവും? അതുകൊണ്ട് സാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് അന്യായം നടന്നു, ഇവിടെ ഇത്രയും ആൾക്കാർ കൂടി നിപ്പുണ്ട്. നിങ്ങൾക്ക് ആ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ അറിയാം, ആ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം അവിടെ കൂടി നിപ്പുണ്ട്. ഓപ്പോസിറ്റ് ബാങ്കിൽ CCTV ദൃശ്യങ്ങളുണ്ട്, ദൃക്സാക്ഷികളുണ്ട്. സാർ ഇതിന് വേണ്ട നടപടികൾ എടുത്താൽ മതി. സെറ്റിൽമെന്റ് അല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഇതിന് ന്യായമായ നടപടി എടുക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, പിന്നെ വരണത് വരട്ടെ എന്നുള്ള രീതിയിൽ പുള്ളി GP കയറി പോവുകയാണ് ചെയ്തത്. അതിന്റെ പിന്നാലെ വന്ന ഒരു കോൺസ്റ്റബിൾ സാറാണ്, PC ആണെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇതൊന്ന് മൊത്തത്തിൽ കലങ്ങിയാലേ ചിലപ്പോൾ ഇവനെ പിടിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് മീഡിയ എന്തെങ്കിലും അപ്രോച്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തോന്ന് പറയും. പുള്ളിയാണ് നമുക്കൊരു റെഫറൻസ് തരുന്നത്. അല്ല നമ്മളിപ്പം, ഞാനിപ്പോ ഖത്തറിൽ നിന്ന് വന്നു, ഇവിടെ ഇപ്പം നമ്മളെ ജീവിതം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് മറ്റുള്ളവരെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ കുടുംബത്തെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. അപ്പൊ എനിക്കൊരു ജോലിയിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം. എന്റെ വീട്ടിലൊരു സംരംഭം ആരംഭിച്ച് ഞാൻ എന്റെ കുടുംബത്തെ സംരക്ഷിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ ഇങ്ങനൊരു പ്രശ്നം വന്ന് ഇത് എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണല്ലോ നാട്ടുകാർ മൊത്തം ഞാൻ ഇങ്ങനെ ഒരു പായസ കച്ചവടം ചെയ്യുന്നുള്ളതും ഇങ്ങനെയാണ് ഞങ്ങളുടെ ഉപജീവനം പോകണമെന്നുള്ളതൊക്കെ അറിയിച്ചത്. അപ്പൊ ആദ്യം എനിക്ക് മീഡിയയെ തന്നെ അപ്രോച്ച് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇളയ കുഞ്ഞ്, അവൻ 11 വയസ്സുള്ളൊരു കുട്ടിയാണ്. അപ്പൊ ഇവരെയൊക്കെ മീഡിയക്ക് മുന്നിൽ എക്സ്പോസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം. പക്ഷെ അതല്ലാതെ വേറെ വഴിയില്ലെന്നാണ് നമ്മുടെ നാട്ടിലെ നിയമം പറയുന്നത്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥര് അയാൾക്ക് കൂട്ടുനിന്ന് കേസ് ഒതുക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങളെങ്കിലും ഉണ്ടാവണം. പാവപ്പെട്ട ഒരാൾക്ക് ഇന്ന് ഇതെനിക്ക് സംഭവിച്ചെങ്കിൽ നാളെ ഇത് നിങ്ങൾക്ക് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുക എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് നിങ്ങളും പോകേണ്ടതായിട്ട് വരും. ഇവിടെ ന്യായം എന്റെ ഭാഗത്താണ്. CCTV ദൃശ്യങ്ങളുണ്ട്. ആർക്ക് വേണമെങ്കിലും ഈ സംഭവം നടന്ന സ്പോട്ടിൽ പോയി, അതിന്റെ ഓപ്പോസിറ്റുള്ള ബാങ്ക്, ഇപ്പോഴത്തെ ഒരു ഫാർമസി, എല്ലായിടത്തും CCTV ദൃശ്യങ്ങളുണ്ട്. ഞാൻ ഇതുവരെ റിക്വസ്റ്റ് ചെയ്തിട്ട് എനിക്കത് കിട്ടിയിട്ടില്ല. അവിടുത്തെ MD നേരിട്ട് കണ്ടാലേ കിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് അവരെനിക്ക് സംസാരം പോയിട്ടുള്ളത്. കോടതി അപ്രോച്ച് ചെയ്യുമ്പം അവരതിന് വേണ്ട നടപടി എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാനൊരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു. എന്റെ കംപ്ലൈന്റ് അവിടെ സ്വീകരിച്ചില്ല. കുഞ്ഞിനെ മാറ്റി അകത്ത് നിർത്തി സംസാരിച്ചിട്ട് അവനെ ചീത്ത പറഞ്ഞു എന്നുള്ള ഒരു രീതിയിൽ ഒരു പബ്ലിക് ന്യൂസൻസിനെ കേസെടുത്ത് ഒതുക്കാനാണ് ശ്രമിച്ചത്. FIR ഇട്ടു. അപ്പോൾ ഓൾറെഡി സാധാരണ ഒന്നിനെ പറ്റി അവെയർ അല്ലാത്ത ഒരാൾ എന്ത് കരുതും, കേസ് എടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്, അവർ സമാധാനത്തിൽ വീട്ടിൽ പോകും. പക്ഷേ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പവർ അവിടെയാണ് വരുന്നത്. നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് നമുക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു FIRന്റെ കോപ്പി കൈ കിട്ടിയാൽ അതിന്റെ സെക്ഷൻസ് നോക്കണം. ഇന്നത്തെ കാലത്ത് അതിനൊരു വക്കീലിന്റെ ആവശ്യം പോലും ഇല്ല. ഗൂഗിൾ അടിച്ച് ജസ്റ്റ് നോക്കിയാൽ തന്നെ ആ സെക്ഷൻ അടിച്ചാൽ എന്താണത്, ഒരു സെക്ഷൻ പോലും അതില് നമ്മൾ ഈ വധശ്രമമാണല്ലോ, ആ ദൃശ്യങ്ങൾ ഞങ്ങൾ ഫോണിലെടുത്ത ദൃശ്യങ്ങൾ സഹിതമാണ് കൊടുക്കുന്നത്. കുട്ടി നിൽക്കുന്നു, കുട്ടിയെ ഇടിക്കാൻ പാകത്തിൽ ആ വണ്ടി ആ കടക്കകത്തേക്ക് ഇടിച്ച് കയറ്റുന്നു, കട പൂർണ്ണമായിട്ട് തകരുന്നു.
ഇയാൾ എന്നെ അസഭ്യം പറഞ്ഞ വീഡിയോ ഉണ്ട്. ഇത് സഹിതം കൊടുത്തിട്ട് അതിനകത്ത് ഇട്ടേക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് നോയിസൻസ് ആണ്. ഇത് വെള്ളരിക്കാ പട്ടണമൊന്നും അല്ലല്ലോ. ഇമാതിരി എടുത്ത് എമ്മാടിത്തരം കാണിച്ചിട്ട് ഇതിന് മുൻപ് തൊട്ട് മുൻപത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവൻ കയറി നിന്ന ഒരു ഹോട്ടലില് ചിക്കൻ പെരട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഷോ കാണിച്ച് അവരുടെ ബോർഡൊക്കെ അടിച്ച് നശിപ്പിച്ച് അവിടെ ഉള്ള ഒരു അക്രമമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവന്മാര് പോയത്. അതിന് എനിക്ക് തോന്നുന്നു ഇയാളുടെ പേരിൽ ഓൾറെഡി ഇമാതിരി ആക്രമണത്തിന് കേസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഏതൊരു KSRTC ഡ്രൈവറിന്റെ അച്ഛനെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ആ വയസ്സായ ആള് റൈറ്റ് പോയെന്ന് പറഞ്ഞ ആ റോഡില് വെഞ്ഞാറമൂട് സിഗ്നലില് തള്ളിയിട്ട് നെഞ്ചത്തെ ചവിട്ടിന്ന കേസ്. എന്റെ അച്ഛനെങ്ങാനും ആയിരുന്നെങ്കിൽ ഇന്ന് അവൻ ജീവിച്ചിരിപ്പിക്കില്ല. ഇതന്നല്ലേ നമുക്കിവിടെ നടക്കാൻ പോകുന്നത്. ഒരു കൊലപാതകം ചെയ്താലും അകത്ത് പോകുന്നു, ചെയ്യുന്നു, ജാമ്യം കിട്ടുന്നു, പുറത്തു വരുന്നു, അടുത്ത ഗുണ്ടായുസം കാണിക്കുന്നു. ഇവിടുത്തെ നിയമത്തിന് ഒരു ശക്തിയില്ല. അല്ലെങ്കിൽ നിയമത്തിനും സംഹിതയ്ക്കും ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് ബലം ഉണ്ടെങ്കിലും അത് നടത്താനുള്ള ഉദ്യോഗസ്ഥർക്ക് നട്ടലില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ക്രിമിനൽസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഇത് എനിക്ക് സംഭവിച്ച പോലെ ഇവന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരാൾക്ക് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കൂല. അതിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്യും. അതായത് ഈ പറയുന്നത് പോലെ ഒരു സാധാരണക്കാരനെ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവകാശം കേരളത്തിൽ ഉണ്ടോ എന്ന സംശയം അത് തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ ഇൻസിഡന്റും നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും കേരളത്തിൽ ഇത്തരത്തിൽ സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും പിൻബലമുള്ളവർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചോദ്യം കൂടെ ഈ ഒരു സന്ദർഭത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും മുന്നോട്ടേക്കോ നീതി കിട്ടുന്നത് വരെ പോരാടാനുള്ള നിയമ നടപടിയുമായിട്ട് ഇപ്പം ഹ്യൂമൻ റൈറ്റ്സ് ഇടപെട്ടിട്ടുണ്ട് ഈ കേസിൽ. അപ്പം അവർക്ക് വേണ്ട സഹായങ്ങൾ നമുക്ക് തരാമെന്ന് അവർ ഏറ്റിട്ടുണ്ട്. കേസ് നമ്മൾ DGP ഓഫീസിൽ പോയിരുന്നു. മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ പോയി. പുള്ളി സ്ഥലത്തില്ലാത്തതുകൊണ്ട് പരാതി പരിഹാര സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ട് ഏതൊക്കെ വഴി നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ സ്ഥലങ്ങളിൽ മുട്ടിയാൽ നമുക്ക് സഹായം കിട്ടുമോ അതിന്റെയൊക്കെ മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അല്ല മീഡിയയിലും ചാനലിന്റെയും മുമ്പിൽ വന്നിങ്ങനെ ഷോ കാണിച്ചിട്ട് പോകാനല്ല. ഇത് സത്യസന്ധമായ 100% സത്യസന്ധമായ ഒരു ന്യായം കിട്ടേണ്ട ഒരു അപകടം പിടിച്ചൊരു പണി ആയതുകൊണ്ടാണ് എന്റെ ബിസിനസ് അന്ന് ആ സംഭവം നടന്നതിന് ശേഷം ഇത്രയും ദിവസമായിട്ട് എനിക്ക് ആ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളും റുട്ടീനും കറക്റ്റ് ആയിട്ട് പോകുന്നില്ല. എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും ഇതിന്റെ അറ്റം കണ്ടേ പോകുന്നുള്ള ഒരു വാശി എനിക്ക് വന്നത് അവൻ ഇവിടുത്തെ നിയമത്തെ വെല്ലുവിളിച്ചത് കൊണ്ടാണ്, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ വെല്ലുവിളിച്ചത് കൊണ്ടാണ്. ഇവിടെ ഒരു പാവപ്പെട്ടവൻ അല്ലെങ്കിൽ കയ്യിൽ 10 കാശില്ലാത്ത വിചാരിച്ച ഒന്നും നടക്കാൻ പറ്റില്ല എന്നുള്ള അവന്റെ ധാർഷ്ട്യത്തിന് മറുപടി കൊടുക്കാനാണ്. അതുകൊണ്ട് ഇത് കാണുന്നവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ഇതിനെക്കുറിച്ച് A to Z ഒന്ന് മനസ്സിലാക്കി പറ്റിയാൽ ആ CCTV ദൃശ്യങ്ങളും ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റി അതും നോക്കിയിട്ട് വേണം ഇതിനെ പറ്റി ഒരു കമന്റ് അടിക്കാൻ. ഇതിലിപ്പം ഞാൻ ഇത് പറയാൻ കാര്യം വിസ്മയ ന്യൂസ് എന്നെങ്ങാണ്ടോ പറഞ്ഞിട്ട് ഒരു ചാനലില്, ആ ചാനലിൽ തന്നെ ആദ്യം വന്ന് എന്നോട് അപ്രോച്ച് ചെയ്ത ചാനൽ വിസ്മയ ന്യൂസ് ആണ്. ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ടല്ലോ, അതിന് ബൈറ്റ്, അതായത് സംഭവം നടന്ന ദിവസമല്ല തൊട്ടടുത്ത ദിവസം ഞങ്ങൾക്കൊരു ബൈറ്റ് തരാമെന്ന് അതിലൊരു പെൺകുട്ടി വന്ന് ചോദിച്ചു. നമുക്ക് ഉള്ള കാര്യം ജെന്യുവിനായിട്ട് പറയണമല്ലോ, പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണമല്ലോ എന്ന് ഞാനൊരു ബൈറ്റ് കൊടുത്തു. അതേ സെയിം ചാനലിൽ നമ്മുടെ കണ്ണീര് കണ്ടിട്ട് നമ്മളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾ നിയമ നടപടികളായിട്ട് മുമ്പോട്ട് പോകണം, അവനെ അങ്ങനെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ ചാനലാണ് ഇന്നലെയോ മെനിയാന്നോ വൈകുന്നേരം ഈ പറഞ്ഞ് പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ തിരക്കിയപ്പോൾ ഒളിവിൽ പോയ പ്രതിയാണ് രാഹുൽ. ഈ ഒളിവിൽ പോയ പ്രതിയാണ് വിസ്മയ ന്യൂസിന്റെ ചാനലിനകത്തിരുന്ന് ഒളിവിൽ പോയ പ്രതിയെ ഒളിപ്പിച്ച വിസ്മയ ന്യൂസും പറയേണ്ടി വരും. കാരണം പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്വേഷിച്ചിട്ട് കിട്ടാത്ത പ്രതിയാണല്ലോ ഈ പറഞ്ഞ രാഹുൽ. അദ്ദേഹം വിസ്മയ ന്യൂസിന്റെ ചാനലിൽ ഇരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം സപ്പോർട്ട് നിന്ന് പറയാൻ. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ഇയാള് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുക. എന്തൊക്കെ തന്നെ പ്രസംഗിച്ചിരുന്നാലും രാഹുലെ, ഞാൻ നിന്നോട് പറയുക, ഞങ്ങൾക്ക് ഫുൾ എവിഡൻസോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഞാനോ എന്റെ മോനോ മോശമായിട്ട് പറയുന്ന ഒരു വാക്ക്, ഐ റിപ്പീറ്റ്, ഒരൊറ്റ ക്ലിപ്പ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതെല്ലാം വിട്ടിട്ട് പോവാം. ഞാൻ ഇതിനകത്ത് എന്റെ ഇളയ കുഞ്ഞിന്റെ പേരെനിക്ക് ആഡ് ചെയ്യായിരുന്നു, ഇതിനകത്തൊരു ലൈംഗിക പരാമർശം എനിക്ക് കൊണ്ടുവരാമായിരുന്നു. ഇതെല്ലാം ഞാൻ കൊണ്ടുവരാതെ സത്യസന്ധമായ രീതിയിൽ കൃത്യം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എന്താണോ പറയേണ്ടത്, എന്താണോ അവിടെ നടന്ന ഒഫൻസ്, അത് മാത്രം പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. നാളെ ഒരു ചോദ്യം വന്നാൽ എനിക്ക് ഉത്തരം മുട്ടാതിരിക്കാനാ. അത് അത്രത്തോളം ജെന്യുവിൻ ആയിട്ട് പോയാൽ മാത്രമേ എനിക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ന്യായം കിട്ടണമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കൃത്യമായി ഇതിന് തന്നെ എനിക്ക് അനുകൂലമായി തന്നെ ഇതിനൊരു വിധി ഉണ്ടാവും എന്നുള്ള പൂർണ്ണ കോൺഫിഡൻസോടുകൂടിയാണ് ഞാൻ പോകുന്നത്. അതിന് ഏത് അറ്റം വരെയും ഞാൻ പോകും. ഈ വണ്ടിയിലാണ് ഈ പ്രതികൾ ഈ ക്രൈം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടിയുടെ നമ്പർ ബോർഡ് നോക്കിയാൽ അത് തന്നെ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ബോർഡാണ്. ഇതെന്താ MVD കാണുന്നില്ലേ? അവർക്ക് ഇത് റീലിട്ട് ചെയ്യണ്ടേ? ഇത് ഒരു പാവപ്പെട്ടവന്റെ വണ്ടിയാണെങ്കിൽ ഇതിങ്ങനെ ഇട്ട് ഓടുവോ? ഈ വണ്ടി വെച്ച് അവനൊരു ക്രൈം ചെയ്തിട്ട് എന്തുകൊണ്ട് ഈ വണ്ടി പിടിച്ചെടുത്തില്ല?
നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ വണ്ടി ഇതിപ്പോ ഒരു 2 വീലർ ആണെങ്കിൽ പോലും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ബോർഡ് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഇപ്പൊ സ്റ്റേഷനിലുണ്ടാവും. നിയമവിരുദ്ധമായ ബോർഡ് വെച്ച് ഓടിയ ഈ വണ്ടി ഇത് വെച്ചൊരു ക്രിമിനൽ ഒഫൻസ് കണ്ടക്ട് ചെയ്തിട്ട് ഇന്ന് വരെ ഈ വണ്ടി പിടിച്ചെടുത്തിട്ടില്ല. അതിന്റെ റീസൺ എന്താണ്? അതിനാരുത്തരം പറയും? ഇത് അവന്റെ അമ്മയും ഭാര്യയും കുഞ്ഞും ആരാ വണ്ടിക്കകത്തുണ്ടായിരുന്നേ? പുതിയ സ്റ്റോറി അവൻ പറയുന്നത് കേട്ടു, വിസ്മയ ന്യൂസിൽ വന്നിരുന്നിട്ട്. അവന്റെ ഭാര്യയും കുഞ്ഞും വണ്ടിക്കകത്തുണ്ടായിരുന്നു. പായസം ചൂട് പായസം ആയതുകൊണ്ട് ഒരു കണ്ടെയ്നർ ചോദിച്ചു എന്ന്. രാവിലെ 5:30 മണിക്കാണ് ഞാൻ പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ആ പായസം എങ്ങനെയാണ് 3-3:30 മണിക്ക് ചൂടോടെ തിളച്ച പായസം കിട്ടുന്നത്? അതൊരു വല്ലാത്ത മാജിക് ആണ്. നീ എന്തെങ്കിലും ചെയ്തോ അത്രയും ചൂടായിട്ടിരിക്കാൻ? അതോ നീ വല്ല VIPs വരുമ്പോൾ കൊടുക്കാൻ ചൂടോടെ ഇരിക്കാൻ വല്ല ഫ്ലാസ്കിലും മാറ്റി വെച്ചിരുന്നോ? ഇമാതിരി ഊളത്തരം വിളിച്ച് പറയാൻ പാടില്ല. ഇതാണ് ഇത്രയും കാണിച്ച ഈ VIP സപ്പോർട്ട് നിന്ന പോലീസുകാരൻ. ഇദ്ദേഹം ഈ യൂണിഫോം ഇട്ടേക്കുന്നത് സെറ്റിൽമെന്റ് ചെയ്യാൻ. അതിന് മലയാളത്തിൽ വേറൊരു വാക്ക് പറയും. എന്റെ മാന്യത അത് പറയാൻ സമ്മതിക്കുന്നില്ല. സ്പോട്ടിൽ വന്ന ഉടനെ FIR ഇടുക, അല്ലെങ്കിൽ ഇതിന്റെ ന്യായം എന്താണ്, അതിന്റെ നടപടി എന്താണ്, അതിന്റെ വകുപ്പ് ഏതാണ്, ഇതൊന്നും പുള്ളിക്ക് അറിയില്ല. പുള്ളിക്ക് അറിയാവുന്നത് പെട്ടെന്നൊരു സെറ്റിൽമെന്റ് അറേഞ്ച് ചെയ്യുക, കിട്ടുന്നത് വാങ്ങി പോക്കറ്റിലിടുക. അതാണ് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അതിനാണ് ഇവിടുത്തെ ഗവൺമെന്റ്, ഈ ജനങ്ങളുടെ ടാക്സ് കൊണ്ട് സാലറി വാങ്ങിച്ച ഒരു ഗവൺമെന്റ് ഇദ്ദേഹത്തിന് യൂണിഫോമും കൊടുത്തിരുത്തിയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ കടയുടെ ഫോട്ടോ. ഇതൊക്കെ ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇത്രയും നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് എല്ലാം. ഈച്ച് ആൻഡ് എവരി വൺ ഈസ് ഇല്ലീഗൽ. then they are not taking any action against him. Why? അതാണ് എനിക്ക് അറിയേണ്ടത്. Why? നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്. ഇനി ആ വിശ്വാസം സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. ഒരു വിഭാഗത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്യാതെ ആരുടെ ഭാഗത്താണോ നീതി ഉള്ളത്, ആർക്കാണോ നീതി വേണ്ടത് അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്.